നിപ്പ സമ്പർക്ക പട്ടികയിൽ 77 പേർ, ഹൈറിസ്ക് പട്ടികയിൽ 2 പേർ. റൂട്ട് മാപ്പ് പുറത്ത്. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ചയാളുടെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 77 പേരെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 58 പേർ ആരോഗ്യപ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളാണെന്നും ഇതിൽ ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ടെന്നും നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണുകളായി തിരിക്കേണ്ടതില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സമ്പർക്ക പട്ടികയിലുള്ള ആർക്കും ഇതേവരെയും രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പട്ടികയിലെ 2 പേർ ഹൈയസ്റ്റ് റിസ്ക് വിഭാഗത്തിലും 13 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും 62 പേർ ലോ റിസ്ക് വിഭാഗത്തിലുമാണുള്ളത്. ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ക്വാറന്റൈനിലാണുള്ളത്. രോഗബാധിതന്റെ റൂട്ട് തയ്യാറായിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. മന്ത്രി വ്യക്തമാക്കി. രാമനാട്ടുകര നഗരസഭാ പരിധിയിൽപ്പെട്ട ആൾക്കാണ് ഇന്നലെ നിപ്പ സ്ഥിരീകരിച്ചത്. ഇയാളുടെ സാമ്പിളുകൾ ഉപയോഗിച്ച് നടത്തിയ എല്ലാ പരിശോധനാ ഫലങ്ങളും പോസിറ്റീവാണ്. ഇന്നലെ രാത്രിയോടെ തന്നെ ഇയാളെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നു. നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി തിരിക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. ആവശ്യമായ മരുന്നുകൾ ആരോഗ്യവകുപ്പിന്റെ പക്കലുണ്ട്. ജില്ലാ ഓഫീസിൽ കൺട്രോൾ റൂം തുറന്നു പ്രവർത്തിക്കും, മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് 6 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. കൊല്ലത്ത് 2, വയനാട് 9, കോഴിക്കോട് എന്നിങ്ങനെയാണ് സ്ഥിരീകരണം. രോഗലക്ഷണങ്ങളുള്ള 514 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. വയനാട് സ്കൂളിലെ കിണറിലെ വെള്ളം പരിശോധിച്ചിരുന്നു. ആ വെള്ളം ശുദ്ധമല്ലെന്നാണ് കണ്ടെത്തൽ. നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്, ഭയപ്പെടേണ്ടതില്ല. വവ്വാലുകളുടെ പ്രജനന കാലമായതിനാൽ തന്നെ ഈ മാസത്തെ ജനങ്ങൾ അല്പം കരുതിയിരിക്കുന്നത് നല്ലതാണ്, മുരളീധരൻ കൂട്ടിച്ചേർത്തു. നിപ്പയെക്കുറിച്ച് മുമ്പ് മുരളീധരൻ പറഞ്ഞ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. മുമ്പ് പറഞ്ഞതിന് ഇപ്പോൾ മറുപടി ആവശ്യമില്ലെന്ന് മുരളീധരൻ പറഞ്ഞു. നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഞാൻ ആരോഗ്യമന്ത്രിയാണ്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞത് ഈ സീറ്റിന് ബാധകമല്ല, കെ മുരളീധരൻ പറഞ്ഞു. നിലവിൽ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപനത്തിന്റെ ആവശ്യമില്ലെന്നും രോഗലക്ഷണങ്ങളുള്ള ആരും തന്നെ സമ്പർക്ക പട്ടികയിലില്ലെന്നും കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. രോഗബാധിതന്റെ ഗോഡൌൺ, വീടിന് സമീപത്തെ സപ്പോട്ട മരം എന്നിങ്ങനെ 2 സ്ഥലങ്ങളാണ് രോഗ ഉറവിട സാധ്യതയുള്ള സ്ഥലങ്ങളെന്നും പരിശോധന തുടരുകയാണെന്നും കോഴിക്കോട് ജില്ലാ കളക്ടർ കൂട്ടിച്ചേർത്തു.